നമസ്കാരം, ഞാൻ ജെന്നി. ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആരോഗ്യം ഒരു വലിയ വിഷയം തന്നെയാണ്. നല്ല ആരോഗ്യം എന്ന് പറയുന്നത് നല്ല വ്യക്തിത്വമാണ്. നല്ല ആരോഗ്യത്തിനായി നമ്മൾ ഓരോ കാര്യവും അവലംബിക്കാറുണ്ട്. നല്ല വ്യായാമം, യോഗ ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാറില്ല. നല്ല ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത് ദിവ്യഋഷി ആരോഗ്യ സംസ്ഥാൻ മുതിർന്ന ആചാര്യൻ ഡോക്ടർ ദീപുവാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, നല്ല ആരോഗ്യം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നല്ല ആരോഗ്യത്തിനായിട്ട് ജെനി എന്താണ് ചെയ്യാറുള്ളത്? ഞാൻ സാധാരണ നല്ല ഡയറ്റ് ഫുഡ് കഴിക്കാറുണ്ട്, പിന്നെ കുറച്ച് യോഗ ചെയ്യാറുണ്ട്, അത്യാവശ്യം വ്യായാമമുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതെന്തുകൊണ്ടാണ്? ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നെയ്യുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ബേക്കറി ഐറ്റംസ് കൂടുതൽ കഴിക്കുക, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. പക്ഷേ ഇവയൊന്നും കഴിച്ചിട്ടും ചിലർക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അവരുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ആ സമയത്ത് അവരുടെ അബ്സോർപ്ഷനും കുറവായിരിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടണം. അതായത് കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന ആൾ ആ കരിമ്പ് ജ്യൂസറിലേക്ക് ഇട്ട് അതേ കരിമ്പ് തന്നെ പിന്നെയും ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ മുഴുവൻ സത്തും എടുത്തതിന് ശേഷം മാത്രമേ അത് കളയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയും. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വായിലുള്ള സലൈവയിലെ പ്രസന്റ് എൻസൈംസ് അതിനെ ദഹിപ്പിക്കാൻ, വായിൽ വെച്ച് തന്നെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. അത് ദഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. അതിനുശേഷം അന്നനാളം വഴി ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിലെത്തുന്നു. അവിടെ വെച്ച് ബാക്കിയുള്ള ദഹനത്തിന് ശേഷം ചെറുകുടലിലേക്കും അവിടെ നിന്ന് വൻകുടലിലേക്കും വരുന്നു. അപ്പോൾ ഈ ആഹാരം വരുന്ന ഓരോ ഘട്ടത്തിലും അതിൻ്റെ പോഷകാംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ശരിയായ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, നല്ല ആരോഗ്യത്തിനായിട്ട് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ദഹനം വേണം. ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ല ദഹന പ്രക്രിയയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഡോക്ടർമാരോ സ്പെഷ്യലിസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നത് ഋഷിവര്യന്മാരും മുനികളുമായിരുന്നു. അപ്പോൾ അവർ നമ്മൾക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആയുർവേദത്തെ സംഭാവന ചെയ്തിരുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ സമകാലീന ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെയോ ഇവ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ദിവ്യഋഷി ആരോഗ്യ സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ നീണ്ട കാലത്തെ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം കണ്ടെത്തിയ ഒരു മരുന്നാണ് ഇത്. ഇത് കഴിക്കുന്നതിന് ശേഷം നിങ്ങളുടെ ദഹന പ്രക്രിയ പ്രോപ്പർ ആവുകയും ശരീരത്തിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പോഷകാംശങ്ങൾ വലിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും ആഹാരം കഴിച്ചാൽ എന്ത് കഴിച്ചാലും ശരീരത്തിൽ ഏൽക്കില്ല. പക്ഷെ ചിലർ പറയും പച്ചവെള്ളം പോലും കഴിച്ചാലും അവർക്ക് അമൃതിൻ്റെ ബലം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. അതുപോലെ തന്നെ നല്ല ആരോഗ്യമാണ് ഒരു നല്ല പേഴ്സണാലിറ്റിക്ക് ഉദാഹരണം. ഡോക്ടർ, ഇപ്പോൾ എവിടെ നോക്കിയാലും, മാർക്കറ്റിൽ തന്നെ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ഒത്തിരി പ്രോഡക്ട്സ് കാണാറുണ്ട്. അതിനായിട്ട് ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മെഡിസിൻ മറ്റുള്ളതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കുന്നത്? നമ്മളുടെ ഈ മെഡിസിൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദഹനമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ദഹനം ഉണ്ടാക്കുന്നു. വിശപ്പില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാഠരാഗ്നിയെ ബൂസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വിശപ്പ് ഉളവാക്കുന്നു. ചിലർക്ക് കാണാം വിശപ്പ് ഉണ്ട്, ആഹാരം കഴിക്കുന്നുമുണ്ട്, എന്നാൽ ശരീരത്തിൽ പിടിക്കുന്നില്ല. അപ്പോൾ അവരുടെ ദഹനം അത്രയും ഉറപ്പുള്ളതാക്കി തീർക്കാൻ ഈ മെഡിസിന് കഴിയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇതൊരു ശാശ്വത പരിഹാരമായിരിക്കും. നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ വിളിച്ച് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്നുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് വയറിൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ, അതുപോലെ തന്നെ വയറ് വീർത്തിരിക്കുന്നു, ഛർദിലുള്ളവർ, വയറ്റിൽ അൾസർ ഉള്ളവർ, അതുപോലെ തന്നെ ആഹാരത്തിന് ശേഷം ഉടനെ തന്നെ ശൗചത്തിന് പോകണമെന്നുള്ളവർ, ഇവർക്കെല്ലാം ശാശ്വതമായ ഒരു മരുന്ന് തന്നെയാണ് ഇത്. നല്ല റിസൾട്ടും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ശരിക്കും വാഹനത്തിൻ്റെ എൻജിൻ പോലെ തന്നെയാണ്. വാഹനത്തിൻ്റെ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ദഹന പ്രക്രിയയും. നമ്മുടെ ദഹന പ്രക്രിയ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. പ്രേക്ഷകരെ, നിങ്ങൾ മാർക്കറ്റിലുള്ള ഒത്തിരി പ്രോഡക്ട്സ് ഉപയോഗിച്ച് മടുത്തിരിക്കുകയാണല്ലോ. എന്നാൽ ദിവ്യഋഷി ആരോഗ്യ സംസ്ഥാനത്തെ ഈ മരുന്ന് ഉപയോഗിച്ച് നിങ്ങൾ നല്ല ആരോഗ്യവും പേഴ്സണാലിറ്റിയും ഉണ്ടാകുന്നതാണ്. ഞങ്ങളുടെ വിലാസം ദിവ്യഋഷി ആരോഗ്യ സംസ്ഥാൻ C3/35 ഫസ്റ്റ് ഫ്ലോർ, സെക്ടർ നമ്പർ 8, റോയിനി, ന്യൂഡൽഹി, നിയർ മെട്രോ പില്ലർ നമ്പർ 382. നിങ്ങളുടെ ഓർഡറുകൾ ഞങ്ങളുടെ വെബ്സൈറ്റായ www.divyarishi.com-ലൂടെയോ ഞങ്ങളുടെ ആൻഡ്രോയിഡ് ആപ്പായ ടെലിവണിലൂടെയോ പ്ലേസ് ചെയ്യാവുന്നതാണ്.
1 മാസത്തേക്കുള്ള മരുന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെ, മാർക്കറ്റിൽ കിട്ടുന്ന ഒത്തിരി പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾ ആകെ മടുത്തിരിക്കുകയാണല്ലേ? എന്നാൽ ദിവ്യഋഷി ആരോഗ്യ സംസ്ഥാനത്തെ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യവും പേഴ്സണാലിറ്റിയും ലഭിക്കും. ഡോക്ടർ, ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത, അതായത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മാർക്കറ്റിൽ നിരവധി മെഡിസിൻസുകൾ ലഭിക്കുന്നുണ്ട്, അനവധി മെഡിസിൻസുകൾ. അവയിൽ ചിലതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്റ്റിറോയിഡ് കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിറോയിഡ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ മെഡിസിൻ കഴിച്ചു തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം നമ്മളുടെ ശരീരം ബലൂൺ പോലെ വീർക്കുന്നതായിട്ട് കാണാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉപയോഗം കാലക്രമേണ നിർത്തുമ്പോൾ ബലൂണിൽ നിന്ന് കാറ്റഴിച്ച് വിട്ടതുപോലെ നമ്മുടെ ശരീരം പഴയ പോലെ ചുരുങ്ങി വരുന്നതായിട്ടും കാണാം. ഇതുകൂടാതെ ഒട്ടനേകം സൈഡ് എഫക്ട്സും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളുടെ ഈ മരുന്ന് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹോർമോൺസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ മെഡിസിൻ്റെ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാലും നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരം അതുപോലെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. ഇതിൽ ആയുർവേദം അനുസരിച്ചുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസിനെ നമ്മൾക്ക് പരിചയപ്പെടാം. ആദ്യം വരുന്നതാണ് കപ്പാരിസ് സ്പൈനോസ. ഈ കപ്പാരിസ് സ്പൈനോസയുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ശരീരത്തിലെ ലിവറിൻ്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന വേറൊന്നാണ് കൈക്കോറിയം ഇൻറ്റൈബസ്. കൈക്കോറിയം ഇൻറ്റൈബസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുക, ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ബൈൽ സെക്രീഷനെ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം ഗോൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻറ്റിനെ പരിചയപ്പെടാം. അതാണ് കേഷ്യ അഗസ്റ്റിഫോളിയ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കുടൽ സംബന്ധമായ എല്ലാ അസുഖങ്ങളെയും ചെറുക്കുന്നു, അതുപോലെ മലബന്ധം ഇല്ലാതാക്കുന്നു. അഥവാ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വയറ്റിലെ വിരശല്യം. ഇവ ഇല്ലായ്മ ചെയ്യുന്നതിനും ഈ ഇൻഗ്രീഡിയൻറ്റ് വളരെ ഫലപ്രദമാണ്. അതുപോലെ അടുത്ത വരുന്നതാണ് സൊലാനം നൈഗ്രം. ഇതൊരു ത്രിദോഷഹാരി ഔഷധമാണ്. ആയുർവേദ പ്രകാരം ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് രോഗവും ത്രിദോഷത്തിൻ്റെ ഉയർച്ചയോ അല്ലെ താഴ്ചയോ കൊണ്ട് സംഭവിക്കുന്നതാവാം. അപ്പോൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഈ സൊലാനം നൈഗ്രം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സപ്തധാതുക്കളായ രസ, രക്ത, മാംസ, മേധ, അസ്ഥി, മജ്ജ, ശുക്ര എന്നീ സപ്തധാതുക്കളെ നറിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ വരുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുർക്കുർമ സെഡോറിയ. ഈ കുർക്കുർമ സെഡോറിയയുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ശരീരത്തിലെ മുഖപേശികളെ, അതുപോലെ തന്നെ നമ്മുടെ ചെറുകുടൽ, വൻകുടൽ എന്നിവയുടെ പേശികളെയും ബലപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവയുടെ എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷൻ, അതായത് ഇൻഫ്ലമേഷൻ, ഇവയെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പുളിച്ചു തികട്ടൽ, അതുപോലെ ഗ്യാസിൻ്റെ അസ്വസ്ഥത എല്ലാം നിസ്സംശയം നശിപ്പിക്കുകയും ചെയ്യുന്നു. സാൽ അമോണിയാക് ഇതൊരു പ്രകൃതിദത്ത അപ്പറ്റൈസറാണ്. ഇത് നമ്മൾക്ക് വിശപ്പുണ്ടാക്കുന്നു. ഓൾറെഡി വിശപ്പുള്ളവരാണെങ്കിൽ അവരുടെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാൽ അമോണിയാക്ക് കൂടാതെ മറ്റനേകം പച്ചമരുന്നുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവയുടെ എല്ലാം പ്രവർത്തനം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഡൈജസ്റ്റീവ് റിലേറ്റഡ് ഹോർമോൺസിനെ ഇവ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയും നമ്മൾക്ക് നല്ല ഒരു ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ മരുന്നിൻ്റെ ഉപയോഗം നിർത്തിയാൽ പോലും നമ്മുടെ ശരീരം ശോഷിച്ചു പോവുകയോ അങ്ങനെ ഒന്നും സംഭവിക്കുന്നതല്ല. നമ്മുടെ ശരീരം പഴയ പോലെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പച്ചമരുന്നിൽ തീർത്തിരിക്കുന്നതിനാൽ ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതല്ല. ഡോക്ടർ പി മരുന്നിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം ഈ മരുന്ന് ഏതൊക്കെ പ്രായക്കാർക്ക് ഉപയോഗിക്കാം എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ മരുന്ന് ശരിക്കും എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം. പ്രായഭേദമന്യേ കഴിക്കാവുന്ന രീതിയിലാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികളായിരുന്നാലും ശരി, സ്ത്രീകളായിരുന്നാലും ശരി, പുരുഷന്മാരായിരുന്നാലും ശരി, എല്ലാവർക്കും പ്രായഭേദമന്യേ ഉപയോഗിക്കാവുന്നതാണ് ഈ മെഡിസിൻ. നമ്മൾ സാധാരണയായി കണ്ടുവരാറുണ്ട് അമ്മമാർ കുട്ടികളുടെ പിറകെ അത് കഴിക്കൂ എന്നും പറഞ്ഞ് ഓടി നടക്കുന്നത്. അപ്പോൾ ഞാൻ ജെനിയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ജെനി എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ സാധാരണ വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. അഥവാ ഇപ്പോൾ ജെനിക്ക് വിശക്കാത്തൊരു സമയത്ത് ഞാൻ ഭക്ഷണം തരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത, ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. എന്തായാലും ഒരു കാരണം വിശക്കാതെ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഹെവി സ്റ്റമക്ക് പോലെയോ അങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികളിൽ ഇപ്പോൾ ഓൾറെഡി ജഠരാഗ്നി മന്ദഗതിയിലായിരിക്കും. അപ്പോൾ അല്പമെങ്കിലും ഉള്ള ജഠരാഗ്നി പിന്നെയും മന്ദഗതിയിലോട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ശരിയായ വികാസവും വളർച്ചയും ഉണ്ടാവുന്നില്ല. അതിപ്പോൾ ശാരീരികമായാലും ശരി തന്നെ, മാനസികമായാലും ശരി തന്നെ, കുട്ടികളിൽ ശാരീരിക വികാസവും മാനസിക വികാസവും കുറയും. അതുപോലെ തന്നെ ഞങ്ങളുടെ
സ്ഥാപനത്തിൽ നിരവധി സ്ത്രീകൾ വരുന്നുണ്ട്. അവരവരുടെ പേഴ്സണാലിറ്റിയെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആയിട്ടുള്ളവരാണ്. അവർക്ക് പേഴ്സണാലിറ്റി ഇല്ലാത്തത് കാരണം സ്കൂളുകളിൽ, കോളേജുകളിൽ, അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വേണ്ടത്ര അറ്റൻഷൻ കിട്ടാതെ വരികയും അവർക്ക് അത് ഡിപ്രഷൻ മൂഡിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും അവർക്കുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഡിപ്രഷൻ അവരുടെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ അവരുടെ ജോലിയെ, അവർ ചെയ്യുന്ന എല്ലാത്തിനെയും അവരത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഔഷധത്തിൻ്റെ പ്രയോഗം അവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിരവധി പുരുഷന്മാർ അവർ ശരീര സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ജിമ്മുകളിൽ പോകാറുണ്ട്, ഒരുപാട് പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചില സമയത്ത് അവർക്ക് ശരിക്കും ശാരീരികമായ പല രോഗങ്ങളും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായില്ലെങ്കിൽ പിൽക്കാലത്ത് ഉണ്ടായെന്നും വരാം. പക്ഷേ ഈ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ മരുന്ന് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം ശരിക്കും ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൻ്റെ വികാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, നല്ല ആരോഗ്യത്തിനായിട്ട് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ദഹനം വേണം, ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ല ദഹന പ്രക്രിയയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഡോക്ടർമാരോ സ്പെഷ്യലിസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നത് ഋഷിവര്യന്മാരും മുനികളുമായിരുന്നു. അപ്പോൾ അവർ നമ്മൾക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആയുർവേദത്തെ സംഭാവന ചെയ്തിരുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ സമകാലീന ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെയോ ഇവ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ദിവ്യഋഷി ആരോഗ്യ സംസ്ഥാന ഡോക്ടർമാരുടെ നീണ്ട കാലത്തെ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം കണ്ടെത്തിയ ഒരു മരുന്നാണ് ഇത്. ഇത് കഴിക്കുന്നതിന് ശേഷം നിങ്ങളുടെ ദഹന പ്രക്രിയ പ്രോപ്പർ ആവുകയും ശരീരത്തിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പോഷകാംശങ്ങൾ വലിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ചിലർ പറയും ആഹാരം കഴിച്ചാൽ എന്ത് കഴിച്ചാലും ശരീരത്തിൽ ഏൽക്കില്ല. പക്ഷേ ചിലർ പറയും പച്ചവെള്ളം പോലും കഴിച്ചാലും അവർക്ക് അമൃതിൻ്റെ ബലം ചെയ്യുമെന്ന്. ഞങ്ങളുടെ ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. അതുപോലെ തന്നെ നല്ല ആരോഗ്യമാണ് ഒരു നല്ല പേഴ്സണാലിറ്റിക്ക് ഉദാഹരണം. ഡോക്ടർ, ഇപ്പോൾ എവിടെ നോക്കിയാലും മാർക്കറ്റിൽ തന്നെ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ഒത്തിരി പ്രോഡക്റ്റ്സ് കാണാറുണ്ട്. അതിനായിട്ട് ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു മെഡിസിൻ മറ്റുള്ളതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കുന്നത്? നമ്മളുടെ ഈ മെഡിസിൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദഹനമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ദഹനമുണ്ടാക്കും. വിശപ്പില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജഠരാഗ്നിയെ ബൂസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വിശപ്പ് ഉളവാക്കുന്നു. ചിലർക്ക് കാണാം വിശപ്പ് ഉണ്ട്, ആഹാരം കഴിക്കുന്നുമുണ്ട്, എന്നാൽ ശരീരത്തിൽ പിടിക്കുന്നില്ല. അപ്പോൾ അവരുടെ ദഹനം അത്രയും ഉറപ്പുള്ളതാക്കി തീർക്കാൻ ഈ മെഡിസിന് കഴിയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇതൊരു ശാശ്വത പരിഹാരമായിരിക്കും. നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ വിളിച്ച് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്നുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് വയറിൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ, അതുപോലെ തന്നെ വയറ് വീർത്തിരിക്കുന്നു, ഛർദിലുള്ളവർ, വയറ്റിൽ അൾസർ ഉള്ളവർ, അതുപോലെ തന്നെ ആഹാരത്തിന് ശേഷം ഉടനെ തന്നെ ശൗചത്തിന് പോകണമെന്നുള്ളവർ, ഇവർക്കെല്ലാം ശാശ്വതമായ ഒരു മരുന്ന് തന്നെയാണ് ഇത്. നല്ല റിസൾട്ടും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ ശരിക്കും വാഹനത്തിൻ്റെ എൻജിൻ പോലെ തന്നെയാണ്. വാഹനത്തിൻ്റെ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വാഹനം മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ദഹന പ്രക്രിയയും. നമ്മുടെ ദഹന പ്രക്രിയ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. ഡോക്ടർ, ഈ മരുന്ന് ഡയറക്റ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആണോ? ഈ മരുന്ന് ഡയറക്റ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കാരണം ഇതിൻ്റെ സുതാര്യത നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പം ഓർഡർ ചെയ്യാവുന്നതാണ്. ഈ TV സ്ക്രീനിൽ ഫ്ലാഷ് ആവുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്ത് നിങ്ങൾക്ക് ഈ മരുന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പണം മുൻകൂർ നൽകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ മരുന്ന് എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പണം നൽകിയാൽ മതിയാവും. ഞങ്ങൾ ഒരുപാട് ലാഭേച്ഛയോട് കൂടിയൊന്നുമല്ല ഈ മെഡിസിൻ വിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മരുന്നുകൾ പച്ചമരുന്നുകൾ സംഘടിപ്പിക്കാനും അത് പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ പാക്ക് ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി വരുന്ന ചിലവ് മാത്രമേ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ. ഞങ്ങൾ അധിക ലാഭത്തോടു കൂടിയൊന്നുമല്ല ഈ മെഡിസിൻ വിൽക്കുന്നത്. ഞങ്ങൾ ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മെഡിസിൻ്റെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ, ജനക്ഷേമത്തിന് മുൻനിർത്തിയാണ് ഈ മരുന്ന് നിർമ്മിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തട്ടെ എന്നും അതിലൂടെ അവർക്ക് ഒരുപാട് ആരോഗ്യവും പേഴ്സണാലിറ്റിയൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ആരോഗ്യമുള്ളൊരു ജനതയാണല്ലോ നാടിൻ്റെ സമ്പത്ത്. അതുകൊണ്ട് എല്ലാ ആശംസകളും. നന്ദി. തീർച്ചയായും ഭാരത സംസ്കൃതിയുടെ വരദാനമായ ആയുർവേദത്തിൻ്റെ സംഭാവനയാണ് ഈ മരുന്ന്. ഇത് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ, ഇത് എല്ലാവരിലും എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നന്ദി. പ്രേക്ഷകരെ, നിങ്ങൾ മാർക്കറ്റിലുള്ള ഒത്തിരി പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് മടുത്തിരിക്കുകയാണല്ലോ. എന്നാൽ ദിവ്യഋഷി ആരോഗ്യ സംസ്ഥാൻ്റെ ഈ മരുന്ന് ഉപയോഗിച്ച് നിങ്ങൾ നല്ല ആരോഗ്യവും പേഴ്സണാലിറ്റിയും ഉണ്ടാകുന്നതാണ്. ഞങ്ങളുടെ വിലാസം ദിവ്യഋഷി ആരോഗ്യ സംസ്ഥാൻ C3/35 ഫസ്റ്റ് ഫ്ലോർ, സെക്ടർ നമ്പർ 8, റോയിനി, ന്യൂഡൽഹി, നിയർ മെട്രോ പില്ലർ നമ്പർ 382.
നിങ്ങളുടെ ഓർഡറുകൾ ഞങ്ങളുടെ വെബ്സൈറ്റായ www.divyrishi.com-ലൂടെയോ ഒരു മാസത്തേക്കുള്ള മരുന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ്.